ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു മരണ വീട്ടിലേക്കാണ്. ആ മരണ വീട്ടില് ഒരു മരണ വീടിൻ്റെതായിട്ടുള്ള എല്ലാവിധ ശാന്തതയുണ്ടായിരുന്നു. കുറെ ആളുകൾ വരുന്നുണ്ട്, പരിചയമുള്ളവർ പരിചയം പുതുക്കുന്നുണ്ട്, കുറെ പേര് മൃതദേഹം കാണുന്നുണ്ട്. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുക. ഈ ആളുകൾക്കിടയിലൊക്കെ ഒരു പിറുപിറുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ മരിച്ച വീട്ടിലെ ആ മരിച്ച സ്ത്രീയുടെ മൂത്ത മകളെ കുറിച്ചുള്ളതായിരുന്നു. മൂത്ത മകളും ആ മരണവാർത്ത കേട്ട് ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ മറ്റു മക്കളെ പോലെയൊന്നല്ല, അവര് ആർത്തിരമ്പി കരയുന്നില്ല. എന്തിന്, കണ്ണിൽ നിന്നൊരു കണ്ണുനീര് പോലും അവരുടേത് വീഴുന്നുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് തന്നെയാണ് ആളുകൾ കൂടുതലായിട്ട് പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും പറയുന്നുണ്ട്, അവൾക്ക് അവളുടെ തന്തയോടാണ് ഏറ്റവും വലിയ കൂറുള്ളത്. കണ്ടില്ലേ, സ്വന്തം അമ്മ മരിച്ചിട്ട് പോലും ഒന്ന് കരയുന്നു പോലും ഇല്ല. ഈ പിറുപിറുപ്പ് ഇങ്ങനെ കൂടിക്കൂടി അത് അവളുടെ ചെവിയിലെത്തി. അവൾക്ക് ആ പിറുപിറുപ്പ് കേട്ടപ്പോൾ ആദ്യം തോന്നിയത് ഒരു ചിരിയാണ്. അവൾ ഉള്ളിൽ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ എന്തിനു കരയണം? എൻ്റെ മൂന്നാമത്തെ വയസ്സിലാണ് അവർ രണ്ടുപേരും വേർപിരിയുന്നത്. അല്ലെങ്കിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അവർക്ക് പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് അവര് മനസ്സിലാക്കുന്നത്. ശരിയാണ്, ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത രണ്ട് മനുഷ്യർ തമ്മിൽ വേർപിരിയുന്നത് തന്നെയാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. പക്ഷേ ശിഷ്ടകാലം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. പക്ഷെ ഞാനോ, എൻ്റെ മൂന്നാമത്തെ വയസ്സ് തൊട്ട് ഞാൻ ജീവിക്കുന്നത് എൻ്റെ അമ്മൂമ്മയുടെ കൂടെയാണ്. എന്നെ ചിരിപ്പിച്ചതും കളിപ്പിച്ചതും പഠിപ്പിച്ചതും എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്നതൊക്കെ എൻ്റെ അമ്മൂമ്മക്കാണ്. അവർക്ക് രണ്ടുപേർക്കും എന്നെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അവർ പരസ്പരം വേർപിരിഞ്ഞതിന് ശേഷം അവർ വേറെ ജീവിതങ്ങൾ നോക്കിപ്പോയി. അവര് വേറെ വിവാഹം കഴിച്ചു. അതിലവർക്ക് കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും ആ കുട്ടികളോടൊക്കെ അസൂയ തോന്നിയിട്ടുണ്ട്. അവർക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരികളൊക്കെ അവരുടെ അമ്മ വഴക്ക് പറയുന്നതിനെ കുറിച്ച് വന്ന് പറയുമ്പോൾ ഞാൻ അവരെയൊക്കെ അസൂയോടെ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. കാരണം അവർക്ക് വഴക്ക് പറയാനെങ്കിലും അവരുടെ അടുത്ത് അവരുടെ അമ്മയുണ്ടല്ലോ എന്നാലോചിച്ചിട്ട്. എൻ്റെ അമ്മ മരിക്കുന്നത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അതോടുകൂടി എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. പക്ഷെ അച്ഛനെ വെച്ച് നോക്കുമ്പോൾ അമ്മക്ക് തന്നെയാണ് എന്നോട് കുറച്ചധികം സ്നേഹമുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാസങ്ങൾ ഇടവിട്ടാണെങ്കിലും അമ്മ എന്നെ കാണാൻ വരുമായിരുന്നു. അമ്മ വരുമ്പോൾ അമ്മയുടെ കയ്യിൽ നിറയെ മുട്ടായികൾ നിറഞ്ഞിട്ടുള്ള ഒരു മിഠായി പൊതി ഉണ്ടാവുമായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കാറുണ്ട്. അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു മധുരം ഉണ്ടായിരിക്കും. പിന്നെ പിന്നെ ആ മിഠായി പൊതികളൊക്കെ എനിക്ക് സങ്കടങ്ങളായി മാറി. പിന്നെ മിഠായി പൊതികളാണല്ലോ എന്നുള്ള ദേഷ്യമായി മാറി. പിന്നെ അത് വെറുപ്പായി. ഒടുക്കം ആ സ്ത്രീ മരണത്തോട് കിടക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അവരോടുള്ള വെറുപ്പായിരുന്നു. ഞാൻ ചെറുതായിരുന്നപ്പോഴും ഞാൻ വലുതായിരുന്നപ്പോഴും അവരെനിക്ക് കൊണ്ടുവന്ന് തന്നിരുന്നത് ഒരേ തരം മിഠായികളായിരുന്നു, ഒരേ തരം മിഠായി പൊതികളായിരുന്നു. ചെറുപ്പത്തിൽ ഭയങ്കര ആവേശത്തോടു കൂടി ഞാൻ കഴിച്ചിരുന്ന മിഠായികളൊക്കെ വലുതായപ്പോൾ ഞാൻ അവരെ പുച്ഛത്തോടു കൂടി നോക്കിയിട്ടാണ് കണ്ടിരുന്നത്. അവർക്ക് ഞാൻ വലുതായത് പോലും മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ കാണുന്ന മക്കൾക്കൊക്കെ അവർക്ക് വേണ്ടുവോളം കരയാം. കാരണം അവർക്ക് വേണ്ടുവോളം സ്നേഹം കിട്ടിയിട്ടുണ്ട്. അവർക്ക് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച് അവർക്ക് വേണ്ടുവോളം കരയാം. എനിക്ക് സ്നേഹവും കിട്ടിയിട്ടില്ല, എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എൻ്റെ അമ്മൂമ്മ മരിച്ചപ്പോഴേ മരിച്ചു. അമ്മൂമ്മ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞത്ര ഇനി ഒരിക്കലും ഒരാൾ മരിച്ചാലും ഞാൻ കരയില്ല. അത് ഈ നാട്ടുകാർ പറയുന്ന നന്ദ മരിച്ചാലും ഞാൻ കരയില്ല. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറച്ചു കാലം മുമ്പ് എഴുതിയ ഒരു സ്റ്റോറിയാണ്. സ്നേഹത്തെക്കുറിച്ച്, അത് കിട്ടാതെ പോയ മനുഷ്യരെ കുറിച്ചൊക്കെ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ഒരു തോട്ട് ഉണ്ടായപ്പോൾ എനിക്ക് ആദ്യം പറയാൻ തോന്നിയതും ഈ ഒരു സ്റ്റോറിയാണ്. എന്താണ് സ്നേഹം, എങ്ങനെയാണ് അത് പ്രകടിപ്പിക്കേണ്ടത് എന്ന പോലത്തെ ചർച്ചകളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് സ്നേഹിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്, സ്നേഹിക്കപ്പെടാതെ പോയ മനുഷ്യരെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി. അപ്പോൾ എൻ്റെ മൈയിലേക്ക് ആദ്യം വന്ന സ്റ്റോറിയും ഇത് തന്നെയാണ്. ഒരുപക്ഷെ സ്നേഹം ഒരുപാട് ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ പോയ, മറ്റുള്ള മക്കൾക്കൊക്കെ അത് കിട്ടിയിട്ട് അതിനെയൊക്കെ വളരെ സങ്കടത്തോടെയും സ്വയോടെയും മാത്രം കാണേണ്ടി വന്ന ഒരു മകളുടെ
ജീവിതമായിരിക്കാം ഈ ഒരു കഥ. അവളുടെ അച്ഛനും അമ്മയും പരസ്പരം വേർപിരിഞ്ഞതിനെ അവള് അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് കിട്ടാതെ പോയ സ്നേഹത്തെ കുറിച്ച് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പലപ്പോഴും നമ്മൾ സ്നേഹിക്കാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ സ്നേഹം കൃത്യമായിട്ട് കൊടുക്കാൻ മറന്നു പോകുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. എന്താണ് സ്നേഹം, എങ്ങനെയാണ് സ്നേഹം കൊടുക്കേണ്ടത് എന്നുള്ളൊരു സംഭവമുണ്ട്. സത്യം പറഞ്ഞാലും സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു എന്താ പറയുക ഭാഗ്യമാണ്. സ്നേഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു കഴിവാണ്. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് അത് നമ്മളാ കൊടുക്കേണ്ട ആൾക്ക് മനസ്സിലാക്കി കൊടുത്താലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാല് ഇപ്പൊ നമ്മളൊരാള് നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യൻ വന്നിട്ട് നമ്മോട് പറയാണ് എനിക്ക് ഒന്ന് തല ചായ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്കൊന്ന് ക്ഷീണമുണ്ട്, അയാൾക്കൊന്ന് തല ചായ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വലിയൊരു ബെഡ്റൂം ഒക്കെ സെറ്റാക്കി കൊടുത്ത് അവിടെ പോയി കിടന്നോളൂ എന്ന് പറയാം. അതേസമയം അത് അയാളെയും കൊണ്ട് പറ്റുന്ന കാര്യമല്ലേ. അയാളത് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടത് ഒരു ബെഡ്റൂം അല്ല, എൻ്റെ തോളാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് സ്നേഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും ആളുകൾ താങ്ങാവാൻ തണലാകാനും ഒക്കെ മനുഷ്യന്മാരുണ്ടാകുന്നത് തന്നെയാണ് സ്നേഹത്തിന്റെ വലിയൊരു അടയാളം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒന്ന് ആലോചിച്ചാൽ, തിരിച്ചൊന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നമ്മൾ ചിലരൊക്കെ സ്നേഹിക്കപ്പെടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളാൽ സ്നേഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരും നമുക്ക് ചുറ്റും ഉണ്ടാവും. സ്നേഹം പ്രകടിപ്പിക്കാൻ, അത് ഉള്ളിൽ നിന്ന് കാണിക്കാൻ നമുക്കൊരു പ്രത്യേക കഴിവ് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്നേഹിക്കപ്പെടാൻ ഒരു ഭാഗ്യം ഉണ്ടാവേണ്ടതുണ്ട്. ചുറ്റും നോക്കിയാൽ നമ്മൾ സ്നേഹിക്കാതെ അവഗണിച്ച മനുഷ്യരെ കാണാൻ പറ്റും. ചുറ്റും നോക്കിയാൽ നമ്മളെ സ്നേഹിക്കാതെ അവഗണിച്ച മനുഷ്യരെയും കാണാൻ പറ്റും. നമ്മൾ അനുഭവിച്ച വേദന നമ്മളെ സ്നേഹിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരിൽ ആഗ്രഹിക്കുന്ന മനുഷ്യരും അനുഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. കേട്ടതിന് താങ്ക് യു.